മലങ്കര സഭ വീണ്ടും ഒരു കൈവെപ്പ് പ്രതിസന്ധിയിലകപ്പെട്ട കാലമായിരുന്നു 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം. 1816 ഈ സഭ യഥാർത്ഥ കൈവെപ്പില്ലാതെ നഷ്ടമാകുമെന്ന ബോധ്യം വന്നപ്പോൾ 1816 തൊഴിയൂർ സഭയുടെ കിടങ്ങൻ മാർ ഫിലക്സീനോസ് ഗീവർഗീസ് തിരുമേനിയാണ് പുലിക്കോട്ടിൽ മാർ ദിവനാസിയസ് ജോസഫ് ഒന്നാമനെ മെത്രാപ്പോലിത്തയായി വാഴിച്ച് അത് നിലനിർത്തിയത്. കുറുലോസ് ബാവ മെത്രാപ്പോലിത്തയായി അദ്ദേഹത്തിലൂടെ വാഴിക്കപ്പെട്ടതിന് പിൻഗാമികളായി വാഴിക്കപ്പെട്ടവരിലൂടെയാണ് ദിവനാസിയസ് പുലിക്കോട്ടിൽ മാർ ദിവനാസിയസ് ജോസഫ് ഒന്നാമനെ മെത്രാപ്പോലിത്തയായി വാഴിച്ച പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കൈവെപ്പ് ഇവിടെ പുനർക്രമീകരിച്ചത്. വീണ്ടും 1817 പുന്നത്ര മാർ ദിവനാസിയൂസിനെയും 1825 ചേപ്പാട് മാർ ദിവനാസിയൂസിനെയും വാഴിച്ചുകൊണ്ട് 3 തവണ മലങ്കര സഭയുടെ അന്ത്യോക്യൻ പൈതൃകവും കൈവെപ്പും കാത്തു പരിപാലിക്കുവാൻ പരിശുദ്ധനായ എബ്രഹാം മാർ കൂറിലോസ് വലിയ ബാവ തിരുമേനി തൻ്റെ പിൻഗാമികളിലൂടെ സ്വർഗത്തിലെ സർവശക്തനായ ദൈവം അതിനുള്ളതായ സൗഭാഗ്യമാണ്